ആഘോഷിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഇത് ചെയ്യാൻ പോവാ. എന്താണ് പറഞ്ഞോട്. ഇതേണ്ട, ഇത് എല്ലാവർക്കും അറിയാലോ. ചോറ് കഞ്ഞി വെച്ച കഞ്ഞിയല്ല, പിന്നെ നാളത്തേന് കുടിക്കാൻ വേണ്ടി പ്രത്യേകം മിച്ചം വേണം. അതിനാണ് ഞാൻ പറയണത് പഴങ്കഞ്ഞി. ചോറ് പഴങ്കഞ്ഞി ശനി പറയാൻ മറന്നുപോയല്ലോ. അപ്പൊ അവത്തി ഞാൻ കണ്ട അമ്മ ഞാൻ വേറെ വേറെ രീതിയിലാ ചെയ്യുന്നത്. ആണോ? എനിക്ക് ഇത് ശരണ്യൊക്കെ ഉള്ളത്. എനിക്കുള്ളത് കാരണം എന്താണെന്നറിയോ, അന്നത്തെ എല്ലാ സാധനവും ഇടും. അതെനിക്ക് വേണ്ട. ഞാൻ ഇച്ചിരി എന്നാണെന്ന് പറഞ്ഞോട്. കട്ട തൈരും നമ്മുടെ കാച്ചമോരും കുറച്ച് ചുമന്നുള്ളി പിന്നെ 2 പച്ചമുളകും. പച്ചമുളകല്ല കാന്താരി. അമ്മ ചെയ്തത് കാണിച്ചാണോ? ഇങ്ങോട്ട് വാ. മൊത്തം പാത്രം വയ്ക്കാൻ ഞങ്ങൾ ചോറിട്ട് കഴിഞ്ഞതേ ഉള്ളേ. സാമ്പാറുണ്ട്, അവിയലുണ്ട്, ഉള്ളിക്കറിയുണ്ട്. നമ്മൾ വെച്ച എല്ലാ കറിയും ഇട്ട് അമ്മ ഒന്ന് കുഴച്ച് കൂട്ടാൻ പോകും. അമ്മയല്ലല്ലോ കുഴച്ച് കൂട്ടണം. ഇപ്പൊ ഞാനാ അതെ, 2 പേരും അമ്മയുണ്ട് കേട്ടാ ഇവിടെ. നമ്മുടെ കുറച്ച് മോര് ഇങ്ങനെ എടുത്തിട്ട് ഒഴിക്കണം. എന്നിട്ട് അത് ഈ പച്ചമോരില്ലേ നമ്മുടെ അടിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കും ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ കുറച്ച് മാങ്ങ അച്ചാറിടും. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഇട്ടും ഇഞ്ചിക്കറി ഒന്നും വേണ്ട അല്ലേ? അപ്പൊ ഇത്ര സാധനമാണ് ഇവര് അമ്മയും അച്ഛനും കുടിക്കാൻ പോകുന്നത്. ചുമയാണെന്ന് എനിക്ക് അറിയാൻ മേല കുടിക്കുവോ അത്. ഞാൻ വേണേ ഒരു തുള്ളി നോക്കാം. ഞാനങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാറില്ല. കാരണം നമ്മള് വണ്ണം കുറക്കാനുള്ള രീതിയല്ല ഞാൻ ഇത്ര നാള് ചെയ്തത്. അപ്പൊ പിന്നെ വീണ്ടും വണ്ണം വെക്കാൻ. ശരി ശരി, ഞാൻ ഇതാണ് ഏതായാലും ഇത്തവണ തോണ അടിപൊളിയായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ എറണാകുളത്തേക്ക് പോയി. ഇനി അവിടെ അനിയത്തിയുടെ വീട്ടിലൊക്കെ നാളെ ഓണാഘോഷമാണ് അല്ലേ? അപ്പം ഇത് കഞ്ഞിയായല്ലേ? ഇതിങ്ങനെയാക്കി എന്നിട്ട് തണുത്ത കഞ്ഞി. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ അല്ലേ? ഇളക്കിക്ക്. എന്റെ കഞ്ഞിക്ക് എന്താ കുഴപ്പം? അല്ല, ഇതൊന്ന് ഇളക്കിക്ക്. ശനിയുടെ കഞ്ഞി നല്ലതാണെന്നല്ല, നല്ലതല്ലെന്നല്ല. കണ്ട കണ്ട, ഇതാണ് കഞ്ഞി. ഇതാണ് പഴങ്കഞ്ഞി. യഥാർത്ഥ പഴങ്കഞ്ഞി ഇതാണല്ലേ അമ്മ? ശരണ്യേ പിന്നെയും കഞ്ഞിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ? അപ്പം ഇത്തവണത്തെ ഓണം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഓണാശംസകളൊക്കെ ഒത്തിരി പേര് വിളിച്ച്. ചിലതൊന്നും എടുക്കാൻ സാധിച്ചില്ല, പിന്നീട് തിരിച്ച് വിളിച്ച്. ചിലരൊന്നും വിളിക്കാൻ സാധിച്ചില്ല. ആരും പിണങ്ങരുത്, ഞങ്ങളുടെ ഇച്ചിരി തിരക്ക് കാരണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മറന്നുപോയി. ശരണ്യ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പേര് ആശംസകളൊക്കെ അറിയിച്ചിരുന്നു. ആ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം അല്ലേ? കൂട്ടുകാരെ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഏത് കഞ്ഞിയാ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ചെറിയ പാത്രത്തിലെ ശരണ്യ, ഈ വലിയ പാത്രത്തിൽ ഇവരുടെ മൂന്നിന്. അതെ അതെ, ബാക്കി നാളത്തെ വീഡിയോ കാണാം. എന്നാണമ്മേ ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ഇഡലി ഉണ്ടാക്കണത്. എന്തേ കാണിച്ചേ? അമ്മ ഇഡലി ഇണക്കിക്കൊണ്ടിരിക്കുക. അടിപൊളി ഇഡലി, സൂപ്പർ. വലിയ ഇഡലി ആയിപ്പോയി, എന്നാലും അല്ലേ? ചെറുതാണ്. ആണോ? അതെ, പിച്ചാത്തി കൊണ്ട് എടുക്കുന്ന കൈ പൊള്ളുന്നതാണ്. കണ്ട
കൈ പൊള്ളണതാണ്. നല്ല ആവി പറക്കണ ഇഡലി അല്ലേ? പോഞ്ച ആ കൈ പൊള്ളണാണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുക. സാമ്പാർ വെച്ചില്ലല്ലേ? വെക്കണല്ലേ? വെക്കണം. വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് വെച്ചത് ഇന്നലെ സാമ്പാറല്ല, ഇന്ന് പുതിയതായിട്ട് വെച്ചത്. രാവിലെ കുളിച്ച് സുന്ദരിയായല്ല. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളിയാ. ഇനി ഇത് സാമ്പാർ എന്നാ ചെയ്യണം ഇനി ഇഡലി? ഇനി പൊടികൾ ചേർക്കാറുണ്ട്. അതെ അമ്മ അതെ ഇഡലി കഴിഞ്ഞപ്പോൾ അതെ സാമ്പാറും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി കാപ്പി കുടിക്കാനുള്ള രീതിയായി അല്ലേ അമ്മ? ഇനി കാപ്പി കുടിക്കാം. ഇത് സാമ്പാർ. ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ അമ്മ അതും താങ്ങിക്കൊണ്ട് അതേ നിപ്പ് നിൽക്കുന്നു. വാവോ സാമ്പാർ. ഇനി ഇഡലി ആയിട്ടുണ്ട്. പക്ഷേ എല്ലാ വീട്ടിലും ഇന്നലത്തെ സാമ്പാർ കാണുമായിരുന്നു. ഇത് അതെ അതെ അതെ. വെച്ച സാമ്പാർ. ഇവിടെ മാത്രമേ ഇന്ന് വെച്ചു. ഇന്നലെ നമ്മൾ എല്ലാം കുറച്ചല്ലേ നമ്മള് എല്ലാം കുറേശ്ശെ അല്ലേ ഇന്നലെ വെച്ച്? വെച്ച് വൈകുന്നേരം ഇപ്പൊ എല്ലാം കളിയായി. അതെ അതെ അതെ. ഇച്ചിരി മിച്ചം പറഞ്ഞാൽ നമ്മള് പഴഞ്ചോറാക്കി. പഴങ്കഞ്ഞാക്കി. ഇതാണ് നമ്മുടെ സാമ്പാർ, ഇന്നത്തെ സാമ്പാർ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇഡലിയും സാമ്പാറുമാണ് ഇന്ന് അവിട്ടം ദിവസമായിട്ട് ഇന്ന് രാവിലത്തെ ഭക്ഷണം. അപ്പം ഞാനും കൂടി പോയിരുന്ന് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ മാത്രം ഇരുന്ന് കഴിച്ചാൽ മതിയാ? അല്ല. ഞാനും കൂടി വരണ്ടേ? നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ വീഡിയോ എടുക്കുകയും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ വരുന്നത്തെ കാര്യം. മണത്ത് നോക്കണം. ഇഡലിക്ക് പ്രത്യേക ഒരു മണമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വേല. അതെന്താണ് ശരണി അങ്ങനെ? ഇച്ചിരി സാ- ധൃതി വെക്കണ്ട. ഏതായാലും തന്നിട്ട് ഞങ്ങളുടെ സാമ്പാർ കണ്ട അടിപൊളി സാമ്പാറാണ്. തന്നെ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അമ്മ. ശരി, ഞാൻ ഇഡലി എടുക്കണം. ഇഡലി എടുത്തു. രാവിലെ അവര് ചായ കുടിച്ച് അത് മതി. ഇനി അടുത്തത് കട്ടൻ കാപ്പി. രണ്ട് ഇഡലി നിന്നിട്ട് ബാക്കിയാണ്. അങ്ങനെ സാമ്പാർ ഇഡലി വേണ്ട. ഇങ്ങനെ ഇഡലി വേണ്ടേ? രണ്ട് ഇഡലി രാവിലെയും 4 മണിക്ക് വരെ ചായ കുടിച്ചാൽ സാമ്പാർ ഒഴിച്ചു. വെക്കട്ടെ? പിന്നെ കട്ടൻ കാപ്പി. സാമ്പാർ വേണ്ടേ? ഒഴിച്ചോളൂ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം. കഷ്ണമൊന്നും അടിക്കുകയല്ല ഈ ഇതെന്തിനാണ് സാമ്പാർ ഇച്ചിരി തൊട്ടില്ലോ? സാമ്പാർ അതെ, അറിയാം. അവിടെ അച്ചാർ ഇവിടെ ബീട്രൂട്ട് അച്ചാർ കഴിക്കാൻ വേണ്ടിയാണ് ഈ പണി. സൂപ്പർ അച്ചാറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ബീട്രൂട്ട്. അതിന്റെ അമ്മയും പോലെ വെച്ച് തിന്നോണ്ടായിരുന്നല്ലേ. അതെ അതെ. എനിക്ക് ഇച്ചിരി സാമ്പാർ ഒഴിച്ച് വെച്ചേ. സാമ്പാർ കഴിക്കട്ടെ. കഷ്ണം വേണം. ഇവിടെ ലഗേജ് വേണം. ഇത് മാങ്ങ. ലഗേജ് വേണം അതിനകത്ത്. എന്റെ പിന്നെ സാമ്പാർ വഴി ഇവിടെ ഞങ്ങൾ മലയാളികളാണ്. ഇവിടെ പൊട്ട ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് അല്ല. ലഗേജ് സാധനം കഷ്ണം മറ്റേത് ഇത് മാങ്ങായ. ഇതാ. ആ. കണ്ടാ അടിപൊളി. ഇന്നത്തേക്ക് കൊള്ളാല്ലേ ഇന്ന് സാമ്പാർ? എനിക്ക് വെച്ചത് അച്ചാർ. ഇത്തിരി കഷ്ണം എന്താ അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ രാവിലത്തെ കോല് അല്ലേ പ്രഭാത ഭക്ഷണം. ബിരിയാണിയൊക്കെ ഒരെണ്ണം കൂടെ. അതെ. ദേ, എല്ലാരും കുറേശ്ശെ കുറേശ്ശെ കഴിക്കണം കേട്ടോ. അതെന്താ? ഉച്ചയുടെ കഴിയുമ്പോ വേറൊരു ചോറും കൂടി ഉണ്ട്. വേറൊരു ചോറ് ഉച്ചക്ക? ഉച്ചക്ക് ഭക്ഷണം പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി. അതെന്താണ് പഴങ്കഞ്ഞി ഇന്നാക്കി? 10 മണിക്ക് പഴങ്കഞ്ഞിയുണ്ട്. ഇന്നലത്തെ സദ്യയുടെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു പഴങ്കഞ്ഞി കഥയുണ്ട്. അല്ല, എന്താ അറിയാം, ഈ കാടി ഓണം എന്ന് പറഞ്ഞൊരു ഓണമുണ്ട്. അത് ഇന്നല്ല, പിന്നെ അത് ഇനിയും ദിവസങ്ങളിൽ ഉണ്ട്. അവസാന ദിവസം ചതയം കഴിഞ്ഞ് കഴിയുമ്പോഴാണ്. പക്ഷെ നമ്മളത് ഇന്നത്തേക്ക് മാറ്റി. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ ഓണയില്ലേ? ഇന്നത്തെ ഇന്നത്തെ നമുക്ക് ഓണമില്ല. നമുക്ക് നാളെ മുതൽ നാളെ ഞങ്ങള് അത് പറയാൻ പറ്റത്തില്ല. കാരണം നാളെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം. അല്ല, നാളെ നമുക്ക് ഓണമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എല്ലാവരും കൈക്കൊള്ളുന്നു. മലയാളി മാത്രമല്ല, എല്ലാവരും ശ്രീനാരായണ ഗുരുവിനോട്. പക്ഷെ നാളത്തെ അപ്പൊ അത് അനുസരിച്ച് നമ്മൾ കൈക്കൊണ്ട് നമ്മുടെ ആഹാരത്തിലല്ല. നാളത്തെ ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാരും അങ്ങോട്ടും പക്ഷെ ഇങ്ങോട്ടും നാളെ പോകും. വേറൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങൾ ഉണ്ടാകില്ല. ഞങ്ങള് വീട്ടിൽ പോവുകയാണ്. നാളെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവൂ. അത് കുഴപ്പമില്ല. ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ നിന്ന് അച്ഛനും അമ്മയും നല്ലൊരു ദിവസമായിട്ട് ഞങ്ങള് അങ്ങനെ പോണത് ശരിയല്ലല്ലോ. അത് കാരണം ഔട്ടാണെങ്കിലും ഇന്നും ഞങ്ങൾ ഇവിടെ തന്നെ. ചതയാണ് ആഘോഷിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രം. അതെ അതെ. ചേട്ടനും കുടുംബമൊക്കെ അവര് എറണാകുളത്തേക്ക് പോയി. അക്കയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ട് ഇവിടെ തന്നെ.
പിന്നെ അതുകൂടാതെ നിങ്ങൾ ഓർക്കരുത് കേട്ടാ, ഓണമൊക്കെ ശരിക്കും ആഡംബരമായിട്ട് ആഘോഷിച്ച് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടോ. കാരണം അങ്ങനെയല്ല, അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കുക, അവരെ സന്തോഷപ്പെടുത്തുക. അതുപോലെ ഭാര്യയാണെങ്കിലും ഒക്കെ അങ്ങനെ അവരുടെ ആഗ്രഹം അനുസരിച്ച് അതുകൊണ്ടാണ് അവർ പറയണതൊക്കെ മേടിച്ചു കൊടുക്കുകയും സദ്യയൊക്കെ ആണെങ്കിലും ഒത്തിരി കറികളൊക്കെ വെക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ്. കാരണം അവരുള്ള സമയം നമ്മൾ അവരെ ഹാപ്പി ആക്കുക. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരില്ലാതെ വരുമ്പോൾ അവരുടെ ഒരു ചടങ്ങ് ആഡംബരപൂർണമായിട്ട് അത് കഴിഞ്ഞ് നടത്തി കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കേട്ടാ, വേറൊന്നും വിചാരിക്കരുത് അതിൻ്റെ പേരിൽ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തുടങ്ങട്ടെ. എന്നറിയോ, പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോ പഴങ്കഞ്ഞി കുടിച്ചാൽ മതി കേട്ടോ. രാവിലത്തെ കാപ്പൂടി അവർക്ക് കുടിച്ചേ. രണ്ടിട്ടില്ല, രണ്ട് പോയിട്ട് പറഞ്ഞ പോലെ തിന്നു തീർത്തില്ലല്ലോ. രാവിലെ തന്നെ അമ്മയും മകളും കൂടി തുണിയലക്കാണ്. കാപ്പി കൂടി കഴിഞ്ഞ് അങ്ങനെ വെയിൽ വന്നപ്പോൾ അമ്മ കഴുകി കൊടുക്കും, ശരണ്യ അത് വിരിച്ചിടും. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അച്ഛൻ വന്നത് അമ്മ തുണി കഴുകിയാണ്. ശരണ്യൊക്കെ എന്തോ ഒക്കെ ആയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. അതെന്താണ് കാര്യം പറഞ്ഞോട്, എന്താണ് കാര്യം പറഞ്ഞോട്. കണ്ട, അച്ഛൻ ഒരു തുണി മുക്കണ പശ മേടിക്കാൻ പോയപ്പോഴും ശരണ്യക്ക് മാങ്കോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ രാവിലെ തന്നെ അലക്കി വിരിച്ചോണ്ടിരിക്കുക. അതിനാണ് പറഞ്ഞത്. ഞാൻ കുടിച്ച് അലക്കി വിഷമിച്ചപ്പോ മാങ്കോയാ. ഓ എന്റെ ദൈവമേ, വരാൻ പാടില്ല. അല്ല ഈ അച്ഛൻ എന്തിനാണ് ഇതൊക്കെ കുടിക്കണത്? മധുരാണ്. പിന്നെ ഈ തണുത്തത് കുടിക്കരുത്. അച്ഛന് ചെറിയ ജലദോഷത്തിന്റെ ഇതുള്ളതല്ലേ. ഞങ്ങൾ അലക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോ മീൻ കിട്ടി. അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അതെ, കണ്ട മീൻ കണ്ട, ഒന്ന് കാണിച്ചു കണ്ട. ചെറുതാണ്, തീരെ ചെറുതാണ്. ഇന്ന് ഓണാണെങ്കിലും വേറെ ഒന്നും ഞങ്ങൾ വെക്കുന്നില്ലല്ലേ. ഇന്നലെ ഒത്തിരി കറിയൊക്കെ കൂട്ടിയതാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവാ. അപ്പൊ കഞ്ഞി വേണ്ടിയാണ് വരണേ. എല്ലാവരും പോരെ, എല്ലാരും കുടിക്കാം. അങ്ങനെ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാ. പഴങ്കഞ്ഞി, കാന്താരി. കാന്താരി ഇട്ട് ഞെരിടണം കണ്ടോ. കഞ്ഞക്കെട്ട് വെച്ചാ അച്ഛനിരി ഇങ്ങനെ പിടിക്കണം. പിടിച്ചതേ. ഓ സൂപ്പർ. കണ്ടാ കഞ്ഞി, കണ്ടാ കഞ്ഞി. കഞ്ഞി ആ കുഞ്ഞിക്കൈയിട്ട് ഇളക്കി അല്ലേ. അച്ഛനൊക്കെ വേറെ കഞ്ഞിയാണ്. ഇതാണ് ആ കഞ്ഞി. കണ്ടാ, ഒന്ന് കാണിച്ച്. ഇത് കണ്ട, എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അമ്മ കഴിക്കാൻ തുടങ്ങി. അച്ഛൻ ഇന്നലെ ആ സാമ്പാറൊക്കെ മിച്ചം വന്നതൊക്കെ എടുത്ത്. അതെ 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 അതെ, അമ്മയും മകളും കൂടി ചെയ്ത പണിയാണ്. കഞ്ഞി കുടിക്കുന്നവർ വരുന്നെങ്കിൽ കഞ്ഞി കുടിക്കാം. പുതിയ കഞ്ഞിയല്ല, പഴങ്കഞ്ഞി. അത് മോശമായിപ്പോയി എല്ലാരെയും പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് വിളിക്കണത്. നല്ല തണുത്ത ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശരണ്യ സൂപ്പർ ആണ്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. കാന്താരി കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കാൻ പോയാ എരിയുന്നില്ലേ അമ്മ? ഇല്ലേ? കഞ്ഞിയുടെ കൂടുതലാകുമ്പോ
ശരിയാണ്. ആണല്ലേ എനിക്കൊന്നും കാന്താരി ഈ പാവപ്പെട്ട എന്റെ കഞ്ഞി പാത്രം ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. കാന്താരി തന്നിട്ടുണ്ട്. ആണോ എന്റെ ആഹാ. എന്നാ അച്ഛനും അങ്ങനെ ഒന്ന് ചെയ്ത്. എന്നാലും എന്നെ എരിയിച്ച അടങ്ങുള്ളു. ഞാൻ ചെയ്യാൻ പോണേ. അവര് പക്ഷെ നിങ്ങൾ ആര് ചെയ്താലും ഞാൻ ചെയ്യല്ല. എനിക്ക് കാന്താരി വേണ്ടി തന്നെ. ആ ആ ഇനി ഒച്ചോ എൻ്റെ ദൈവമേ എരിയല്ലേ. അപ്പൊ നിങ്ങൾ 3 പേരും ചെയ്ത് മെയിനായി ഇനി ശരി. പക്ഷെ ഞാൻ ഇനി ഒത്തിരി വീഡിയോയിലായിട്ട് പോണില്ല, കാരണം ഞാനും കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവമേ ഈ കഞ്ഞി അനുഭവിച്ച് കുടിക്കണം. വീഡിയോ പിടിച്ചില്ലെങ്കിലും വന്ന് കഞ്ഞി കുടിച്ചോ, കുഴപ്പമില്ല. ഓ എനിക്കിട്ടുള്ള തള്ളു കേട്ടാ. എന്ത് രസമുള്ള കഞ്ഞിയാണെന്ന്. ശരണ്യക്ക് ഇഷ്ടപ്പെട്ട് ഇന്നലെ തൊട്ട് പറഞ്ഞിട്ടാണ് ഈ കഞ്ഞി വെച്ച. ഈ കഞ്ഞി മൊത്തം കുടിക്കണം കേട്ടാ. നോക്കട്ടെ എന്നല്ല, കഞ്ഞി മൊത്തം കുടിക്കും. അച്ഛൻ രാവിലെ ഇഡലി കൊടുത്തപ്പോ മൊത്തം കഴിക്കണമെന്ന് പറയണം ഞാൻ കേട്ടാ. ഇരുന്ന് കേട്ടാ. ഇപ്പൊ മകളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് ബുദ്ധി കണ്ടുപിടിച്ച് ഇച്ചിരി ശരീരമൊക്കെ കുറഞ്ഞ് അപ്പൊ ഇച്ചിരി മിനിങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി അത് പഴകഞ്ഞി കുടിച്ചാൽ അടങ്ങും. ശരണ്യ ഏത് മൂട്? പഴങ്കഞ്ഞി മൂട്. അമ്മ ഏത് മൂട്? ഓണമൂട്. ഓ അമ്മ പൊളിച്ച്. ഇതെന്ത് മൂട്? ഇത് ഇങ്ങനൊക്കെ മൂടുണ്ടോ? ഞാൻ കേട്ട് തെങ്ങിന്റെ മൂട്, കപ്പച്ചോട്, വാഴച്ചോട്, ഇതെന്തെല്ലാം മൂടാണ്. ഞാൻ കേട്ടില്ല. കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയാൻ. കണ്ട അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയൊക്കെ കഴിച്ച് തീർന്ന് കഴിഞ്ഞത് ശരണ്യ കൂടി കഴിച്ച് തീർന്നാ മതി അല്ലേ? അതാണ് പുതിയ പാട്ടാണ് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ. ടാറ്റാ.